ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ നേരത്തെ അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ വീണ ജോർജിന് കുവൈത്തിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പുതിയ വിവരം. അർജുൻ, എന്തുകൊണ്ടാണ് അനുമതി ലഭിക്കാത്തത്? രതീഷ്, ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്രം നിലവിൽ അനുമതിയില്ല എന്നുള്ള കാര്യം മാത്രമായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലെ കേരള ഹൗസ് അടക്കമുള്ള റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരമാണ് ഇവർ ഈ അനുമതി തേടിയിരുന്നത് വീണ ജോർജ് ഇത്തരത്തിൽ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും അനുമതി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. മാത്രമല്ല, അവിടെ നിലവിൽ കുവൈത്തിൽ ഇതിനോടകം തന്നെ കേന്ദ്ര ഉദ്യോഗസ്ഥരുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അടക്കം ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി അവിടെ തുടരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തുടരുന്നു. ഇതിൻ്റെ എല്ലാം കൂടി ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ വീണ ജോർജിന് എന്തായാലും നിലവിൽ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകാത്തത്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള രീതിയിലായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നാണ് നിലവിൽ വീണ ജോർജ് പോകുന്നതിന് മുമ്പ് പറഞ്ഞത്. അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു അവർ കുവൈത്തിലേക്ക് പോകാനും അതിനുശേഷം ഈ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കാനും അത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും കുവൈത്ത് ലക്ഷ്യമാക്കി വീണ ജോർജ് പുറപ്പെടാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ നിലവിൽ എന്തായാലും അവർക്ക് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും റെസിഡന്റ് കമ്മീഷണർ മുഖേന നടത്തിയ ശ്രമം അത് പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 9:40 വിമാനം. എന്തായാലും നിലവിൽ കുവൈത്ത് സന്ദർശിക്കാൻ അവർക്ക് ഒരു ഔദ്യോഗിക അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. പ്രധാനമായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതേ ലക്ഷ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതേ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സംഘം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ തുടരുന്നതും നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതും. അർജുൻ വീരാമനാണ് ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ കേന്ദ്ര അനുമതി ഇല്ല എന്ന വിവരമാണ്. എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അർജുൻ, ആരോഗ്യമന്ത്രി ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? ഇന്ന് തന്നെ യാത്രയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നതായിരുന്നു രാവിലെ വന്ന പ്രതികരണം. അതിനുശേഷം വൈകിട്ടും അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കേന്ദ്രാനുമതി നിഷേധം ഉണ്ടായി എന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നും തോന്നുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? നിലവിൽ ഇത്തരത്തിൽ രതീഷ് ഈ പ്രതികരണം ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ എന്തായാലും കൊച്ചിയിലാണ് വീണ ജോർജ് ഉള്ളത്. നേരത്തെ പ്രതിഭടനടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അവർ വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട്. 9:40 അവർക്ക് കുവൈത്തിലേക്ക് പുറപ്പെടാനുള്ള വിമാനം. അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചെക്ക് ഇൻ അടക്കം കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവർ അല്പനേരം മുൻപാണ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളടക്കം നമ്മൾ കേട്ടിരുന്നു. എന്തായാലും നിലവിൽ അവർ കുവൈത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി കൊച്ചി വിമാനത്താവളത്തിൽ തന്നെ ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്ര അനുമതി നിഷേധിച്ചു എന്നുള്ള, അല്ലെങ്കിൽ പോകാൻ വേണ്ടിയുള്ള അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തകളടക്കം പുറത്തേക്ക് വരുന്നത്. ഇന്നവർക്ക് പുറപ്പെടാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അതേസമയം തന്നെ അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതശരീരങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കുവൈത്തിൽ. ശരി, ഇനി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്ന കാര്യത്തിലും കൂടുതൽ വ്യക്തത ഇനി ഉണ്ടാകേണ്ടതുണ്ട്.